സോ ഗൈസ്, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബെൽഫാസ്റ്റിൽ നടന്ന ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യു ഓവർ യു കെയിലല്ല, ഇപ്പോൾ അയർലൻഡും ബെൽഫാസ്റ്റാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്, കലാപം നടക്കുന്നത്. സോ കലാപത്തിൻ്റെ കാരണം നമുക്കറിയാം. ഒരു അസൈലം സീക്കറായിട്ടുള്ള സുഡാനി പൗരൻ 30 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തി നോർത്തേൺ അയർലൻഡ് അല്ലെങ്കിൽ ബെൽഫാസ്റ്റിലെ ഒരു ലോക്കൽ ബ്രിട്ടീഷ് പൗരനെ പരിക്കേൽപ്പിക്കുന്നു. അതായത് കിച്ചൺ നൈഫ് വെച്ച് റോഡിലിട്ട് കുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. സോ ഈ അസൈലം സീക്കറായ സുഡാനിക്ക് പോലീസ് അറസ്റ്റ് ചെയ്യും, അതുപോലെ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് സെൻറ്റൻസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കലാപം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കലാപം ഉണ്ടായതല്ല. കാരണം നമ്മുടെ നാട്ടിലോ യു കെയിലോ എവിടെയെങ്കിലും ഇതുപോലുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അവരകത്ത് കൊണ്ടിടുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ ഒരു വഴിക്ക് നടക്കും. പക്ഷേ കലാപം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് പൗരനെ കുത്തിയതും അല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കലാപം ഉണ്ടാകുന്നത്. കാരണം അതായത് ഈ കഴിഞ്ഞിടയ്ക്ക് സൗത്താംപ്ടണിൽ ഒരു പഞ്ചാബി പൗരൻ അല്ലെങ്കിൽ പഞ്ചാബി വ്യക്തി, ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡറുള്ള ആൾ ഈ ബ്രിട്ടീഷ് പൗരനെ കുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും കലാപം ഉണ്ടായെങ്കിലും അത് പോലീസിൻ്റെ ഇടപെടലിലൂടെ അത് കുറച്ച് ശമനം ഉണ്ടായി, ആ പ്രശ്നങ്ങൾ അങ്ങ് തീർന്നു. ഇതിന് മുന്നേയും പല പ്രശ്നങ്ങളുണ്ടായി. ഈ യു കെയിലെ കലാപങ്ങൾ ഉണ്ടാകുന്ന എല്ലാ ഇമിഗ്രൻസിന് വേണ്ടിയിട്ടാണ്. സോ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇമിഗ്രൻസ് ആണ്. പക്ഷേങ്കിൽ ഇവർ കലാപം ഉണ്ടാക്കുന്ന ഈ ഇമിഗ്രൻസിന് വേണ്ടിയല്ല, ഈ യു കെയിൽ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ഇമിഗ്രൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു കലാപം ഉണ്ടാകുമ്പോഴത്തേക്ക് കലാപത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരെയാണ് ഉപദ്രവിക്കുന്നത്, ഏത് കാറാണ് തല്ലിപ്പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇമിഗ്രൻറ്റ്, ആരാണ് ലീഗലുള്ള ഇമിഗ്രൻറ്റ്, ആരാണ് ഇല്ലീഗലുള്ള ഇമിഗ്രൻ്റ് എന്നൊന്നും ഈ കലാപത്തിൽ നിൽക്കുന്നവർക്ക് അറിയില്ല. അവർ വരുന്നവരും പോകുന്നവരെല്ലാം എടുത്തിട്ടടിക്കും. കണ്ടാൽ വെളുത്തവനെ ചിലപ്പോൾ ഉപദ്രവിക്കത്തില്ലായിരിക്കും. സോ അവർ പൊറുതിമുട്ടിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഉടായ്പ രീതിയിൽ വന്നിട്ട്, അതായത് ബോട്ടിലും നുഴഞ്ഞു ഇങ്ങനെ എങ്ങനെയൊക്കെ യു കെയിൽ വന്ന് കയറി ബോർഡർ കയറുന്നെന്ന് വെച്ചോ. ബോർഡർ കയറിയതിന് ശേഷം അവർ യു കെയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ മറ്റേ മാമുക്കായ പറഞ്ഞാൽ മോഹൻലാലും ശ്രീനിവാസനെ കൊണ്ട് എത്തിച്ച പോലെ നിങ്ങൾ എത്തിയോ രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് അവരങ്ങ് ഏറ്റെടുക്കുക. പല രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെതിരെയും പോലീസിനെതിരെയൊക്കെ വ്യാപകമായിട്ട് ഇംഗ്ലീഷുകാരനെ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യു കെയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഫുഡ്, അതും 5 സ്റ്റാർ ഫുഡുകൾ, ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ, അതും 5 സ്റ്റാർ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ യു കെ ലീഗലായിട്ട് വരുന്നവർ എവിടെയെങ്കിലുമൊക്കെ കുടിസ് മുറിയിൽ ഭയങ്കര വലിയ റെൻ്റ് അടച്ചാണ് ജീവിക്കുന്നത്. സത്യം പറയുകയാണ്. ഈ ലണ്ടൻ ഏരിയയിലേക്ക് ഒരു റൂമിനൊക്കെ അവർ മേടിക്കുന്ന 1000 പട, 1 ലക്ഷം രൂപയ്ക്കാണ് ഒരു കുഞ്ഞു റൂമിന്, നിന്നിരിക്കാൻ പറ്റാത്ത റൂമിന് മേടിക്കുന്ന 1 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ്. സോ അങ്ങനെ നിൽക്കുന്നവർക്കാണ് ഈ ലണ്ടൻ ഏരിയയിൽ തന്നെ 5 സ്റ്റാർ ഫെസിലിറ്റിയോടുകൂടി വെറുതെ യു കെയിൽ വന്ന് കയറിയവന് ഫ്രീ ആയിട്ട് ഒരു ജോലിയും ചെയ്യാതെ ഈ ഫെസിലിറ്റി എല്ലാം കിട്ടുന്നത്. അതും ഈ റെൻ്റ് അടയ്ക്കാൻ വേണ്ടി ഒരു 15 ദിവസമെങ്കിലും ജോലിക്ക് പോയാൽ ഈ റെൻ്റ് അടയ്ക്കാനുള്ള പൈസ ടാക്സും കഴിഞ്ഞ് കയ്യിൽ കിട്ടത്തുള്ളൂ. പിന്നെ അവന് ഫുഡ് വേണം, അവന് വണ്ടിക്കൂലി വേണം, അവന് നാട്ടിലേക്ക് അയക്കാൻ വേണം, അവന് ഫോൺ റീചാർജ് ചെയ്യണം, എന്തെങ്കിലും പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അത് വേണം. അങ്ങനെ 100 കൂട്ടം തിരക്ക് ഇടങ്ങേറുകളാണ്, പൈസ അടയ്ക്കേണ്ട കേസാണ്. ഒരു മാസത്തെ റെൻറ്റും എക്സ്പെൻസും എല്ലാം കഴിയുമ്പോഴത്തേക്കൊന്നുമില്ല. അപ്പം ഈ അസൈലം സീക്കറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പിന്നെ ജോലിക്കും പോകാം. നാളൊരു സമയത്ത് അവനൊരു കൗൺസിലിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിൽ നിന്ന് ഹൗസ് കിട്ടും. അതായത് 3 or 4 ബെഡ്റൂമുള്ള ഹൗസിനൊക്കെ 500 പൗണ്ടിന്, അതായത് നമ്മളിവിടെ ഒരു ബെഡ്റൂമിന് 800 രൂപ കൊടുക്കുന്ന ഒരു 800 രൂപ 1000 രൂപ കൊടുക്കണം, 1000 പൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് 500 പൗണ്ടിനും 600 പൗണ്ടിനൊക്കെ 3-4 BHK ഉള്ള റൂമുകൾ ഈ കൗൺസിലിൽ നിന്ന് കിട്ടുന്നത്. സോ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആഫ്രിക്കൻസിനും റൊമേനിയൻസിനൊക്കെയാണെന്ന് തോന്നുന്നത് ഞാൻ കണ്ടതിൽ വെച്ച്. ഇന്ത്യൻസിനൊക്കെ മലയാളികൾക്കൊക്കെ വളരെ ചുരുക്കം പേർക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഒരുപാട് വർഷം യു കെയിൽ നിന്നിട്ട് ഒരാൾക്കൊക്കെ കിട്ടി. എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട്, പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. യു കെയിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത്, സോ അവരൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ യു കെയിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്ത് നിൽക്കുകയാണെന്ന് പറയും. പക്ഷേ ഇന്നലെ വന്ന ഒരാളോ കഴിഞ്ഞ മാസം യു കെ വന്ന ഒരാൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ യു കെയിലേക്ക് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കപ്പിൾ വരും, ഫാമിലി കൂട്ടേണ്ട 4 പേര് വേണ്ട, ഒരു കപ്പിൾ വരികയാണ്. അവർ എന്തൊക്കെ ചാർജുകൾ അടച്ചിട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ, അവരുടെ ടാക്സി, ഇവിടെ ISS ചാർജ്, ഇൻഷുറൻസ്, അല്ലെങ്കിൽ അവർക്ക് വിസ ഉണ്ടെങ്കിൽ വിസയ്ക്ക്, കോളേജിലേക്ക് ഫീസ് അടയ്ക്കുന്ന 10-25 ലക്ഷം രൂപ, ഇത്രയും കടമാക്കിയാണ് യു കെയിൽ വരുന്നത്. ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് വെച്ചാൽ PR കിട്ടുക എന്നാണ്. സോ ഇവിടുന്ന് ഇത്രയും ലീഗലായിട്ട് വരുന്ന ഒരാളും ഇവിടെ ഇല്ലീഗലായിട്ട് യു കെയിൽ വരുന്ന നേരെ അസൈലത്തിലൂടെ അങ്ങ് അടിച്ചു പോകുന്ന ആളും, അപ്പോൾ എന്താണ് വ്യത്യാസം? നമ്മൾ ഇത്രയും കൊണ്ടുവന്ന പൈസ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇവിടുത്തെ ഡെയിലി ലൈഫിൽ എക്സ്പെൻസ് ഓടാൻ വേണ്ടിയിട്ട് റെൻറ്റ് വേണം, അക്കോമഡേഷൻ വേണം, പെട്രോൾ വേണം, ഇൻഷുറൻസ് വേണം, കൗൺസിൽ ടാക്സ് വേണം, പെനാൽറ്റികൾ അടയ്ക്കണം, ഫോൺ, EMI, അങ്ങനെ 100 കൂട്ടം ചിലവുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ? 5-6 വർഷം കഴിയുമ്പോൾ PR. ഈ 5 വർഷം കഴിയുമ്പോൾ എന്തായി? ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ നീക്കി 5 വന്ന് 10 ആക്കും, 10 20 ആക്കുന്നു, അങ്ങനെ 15 ആക്കുന്നു, ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സാലറി ഇത്ര ഷോൾഡെന്നും പറഞ്ഞ് പുതിയ ഉടായ്പ കൊണ്ടുവച്ച് ഡിഫൻസിനെ നിർത്തലാക്കി, അതുപോലെ PSW കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇയർ വെട്ടിക്കുറച്ചു. അങ്ങനെ നോക്കുവാണെങ്കിൽ യു കെയിലെ ഗവൺമെൻറ് ലീഗലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഓരോ ദിവസവും, കാരണം
ഓരോ വർഷം വരുന്ന ലീഗലായിട്ട് യു കെയിൽ വരുന്ന ആൾക്കാർ യു കെയിലേക്ക് എന്തോരം മില്യൺ കണക്കിനാണ് പൈസ എത്തിച്ചേരുന്നത്. ഈ യു കെ ഓടുന്ന പോലും അതിലായിരിക്കും ചിലപ്പം. അപ്പോൾ എന്നിട്ട് ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് ഇതിൽ നിന്നുള്ള പങ്ക് അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതും പിന്നെ പോട്ടെ, നമ്മൾ ലീഗലായിട്ട് യു കെ വരുന്നവർ യു കെയിലേക്ക് വലിഞ്ഞു കയറി വരുന്നവരാണ് ഇമിഗ്രൻസ് ആണെന്ന് പറയും. ബ്രിട്ടീഷ് പൗരന്മാരുടെ അവസ്ഥ നിലച്ചിക്കുക, ഇവിടെ ജനിച്ച് വളർന്ന് അവരുടെ രാജ്യം ഇതാണെന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്കും ഇതേ അവസ്ഥയാണ്. അവരുടെ ജോലിയും അവരുടെ സാഹചര്യങ്ങളും കുറയുന്നു, അവർക്ക് റെൻറ്റിന് വീട് കിട്ടുന്നില്ല, അവരുടെ പൈസ എടുത്ത് ഇവിടെ കൊടുക്കുന്നു. ഇത് തന്നെ നമ്മുടെ നാട്ടിലൊന്ന് ആലോചിക്കും, കേരളത്തെ അവസ്ഥ മാത്രം ആലോചിക്കും. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് ജോലി ചെയ്ത് പൈസ നാട്ടിലേക്ക് അയക്കുന്നു. ഓക്കെ, നാട്ടിൽ വന്ന ബംഗാളിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളാണ് നാട്ടിൽ വരുന്നത്. ഓക്കെ, നാട്ടിൽ വരുന്ന ബംഗാളിക്കോ ബംഗ്ലാദേശിക്കോ അവൻ നാട്ടിൽ വന്നതിന് ശേഷം അവന് റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഉടായ്പിൽ അവരുണ്ടാക്കുകയെന്ന് വെച്ചോ. എന്നിട്ട് ഈ റേഷൻ കാർഡേ വന്നിട്ട് എല്ലാ ദിവസവും എല്ലാ മാസവും 10 കിലോ അരി, 10 കിലോ ആട്ട, മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുക. പക്ഷേ നാട്ടിലെ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണായ നമുക്ക് 1 കിലോ അരിയും മറ്റു കാര്യങ്ങളൊക്കെ ഓരോ കിലോ ഉള്ളൂ. മറ്റവരൊക്കെ അതിഥികളാണെന്ന് പറഞ്ഞ് കൊടുക്കുക. കേരളം കത്തുവോ? ആളുകൾ ഇറങ്ങുമോ? ഇറങ്ങും, ഉറപ്പായിട്ട് ഇറങ്ങും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ നാട്ടിൽ ഇത്രയും പൈസയും മുടക്കി കാര്യമെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സോ പറഞ്ഞു വന്നതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്താം, കലാപം ഇങ്ങനെ നടക്കും. ഇപ്പോൾ കടലിനക്കരെയാണെന്നും പറഞ്ഞിട്ട് ഇക്കരെ നിൽക്കുന്നവരങ്ങനെ സമാധാനിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കലാപങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഫോർ എക്സാമ്പിൾ ഒറ്റയ്ക്ക് രാത്രി ഇറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുന്നു. 2-3 പേര് ഇവിടുത്തെ ലോക്കൽ സിറ്റിസൺസ് കൂട്ടം കൂടി വരുന്നു. ചിലപ്പോൾ അവർ ഡ്രങ്ക് ആയിരിക്കാം, ചിലപ്പോൾ അവർ മാനസികമായിട്ട് ഒരു പ്രഷറിലായിരിക്കാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇമിഗ്രൻറ്റ് ഒറ്റയ്ക്ക് നടന്നു വരുന്നു. അവർ ചിലപ്പോൾ അന്നേരം നമ്മളെ പിടിച്ചിട്ട് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരാം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഒറ്റയ്ക്ക് നടക്കാതിരിക്കുക, കൂട്ടം കൂടി നടക്കുക, മാക്സിമം ലേറ്റ് നൈറ്റ് ഒന്നും പുറത്തിറങ്ങാതിരിക്കുക എന്ന് തന്നെ പറയുന്നത്. അതല്ലെങ്കിൽ വണ്ടിയോ കാറോ ബസ്സോ ഒക്കെ യൂസ് ചെയ്യുക. മാക്സിമം നമ്മളുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. എന്തെങ്കിലും സംഭവിച്ചിട്ട് അറിയാമല്ലോ, നമ്മൾ ഇത്രയും കടവോട് എടുത്ത് വന്നതാണ്, ഇതെല്ലാം തിരിച്ചടക്കേണ്ട അവസ്ഥയുണ്ട്. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.